ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടൈറ്റിൽ മുട്ടുവേദന വയസ്സിൻ്റെ ഭാഗമോ, ശാസ്ത്രം പറയുന്ന സത്യം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രായമായ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങളിൽ ഒന്നാണ് മുട്ടുവേദനയും കാൽമുട്ട് ക്ഷയവും. പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാകും, വയസ്സായാൽ മുട്ടുവേദന സാധാരണമാണ്. പക്ഷേ ഒരു പ്രധാന സത്യമുണ്ട്, വയസ്സാകുന്നത് മാത്രം കാരണമല്ല. നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളായി സംഭവിക്കുന്ന മാറ്റങ്ങൾ, ജീവിതശൈലി, ഭക്ഷണരീതി, വ്യായാമക്കുറവ്, അധിക ഭാരം എന്നിവയാണ് പ്രധാന കാരണം. ഇന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് മുതിർന്നവർക്ക് മുട്ടുപ്രശ്നങ്ങൾ വരുന്നത്, അത് എങ്ങനെ തടയാം, ശാസ്ത്രീയമായി തെളിയിച്ച ചികിത്സകൾ എന്തൊക്കെയാണ്, വീണ്ടും ആത്മവിശ്വാസത്തോടെ നടക്കാൻ എന്ത് ചെയ്യാം, മുട്ടിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്. നമ്മുടെ മുട്ടുകൾ ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു. എല്ലുകളുടെ ഇടയിൽ കാർട്ടിലേജ് എന്ന മൃദുവായ സംരക്ഷണ പാളിയുണ്ട്. ഇത് ഒരു കുഷൻ പോലെ പ്രവർത്തിച്ച് കർഷണം കുറയ്ക്കുന്നു. കാലക്രമേണ ഈ കാർട്ടിലേജ് തകരുമ്പോൾ എല്ലുകൾ തമ്മിൽ നേരിട്ട് ഉരസാൻ തുടങ്ങും. ഇതിനെയാണ് ശാസ്ത്രീയമായി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് വിളിക്കുന്നത്. ഇതാണ് പ്രായമായവരിൽ കാണുന്ന ഏറ്റവും സാധാരണ നീ പ്രോബ്ലം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? വയസ്സാകുമ്പോൾ കാർട്ടിലേജ് സ്വാഭാവികമായി ക്ഷയിക്കുന്നു. ശരീരത്തിൻ്റെ റിപ്പയർ കപ്പാസിറ്റി കുറയുന്നു. രണ്ടാമത്തെ കാരണം പറയുന്ന അധിക ഭാരമാണ്. ഓരോ അധിക കിലോ ഭാരവും മുട്ടിന് നിരവധി മടങ്ങ് സമ്മർദ്ദം നൽകുന്നു. അതിനാൽ ഒബീസിറ്റി മുട്ടുവേദനയുടെ വലിയ കാരണമാണ്. മൂന്നാമത്തത് വ്യായാമക്കുറവ്. നടക്കാത്ത ശരീരം വേഗത്തിൽ ക്ഷയിക്കും. മസിൽ വീക്കാവുമ്പോൾ മുട്ടിന് സപ്പോർട്ട് കുറയും. നാലാമത്തത് പഴയ പരിക്കുകൾ, സ്പോർട്സ് ഇഞ്ചുറി, ലിഗമെന്റ് ടിയർ, ഫ്രാക്ചർ എന്നിവ പിന്നീട് ആർത്രൈറ്റിസ് ആയി മാറാം. അഞ്ചാമത് പറയുന്ന കാരണം പോഷകക്കുറവ്. വൈറ്റമിൻ ഡി, കാൽസ്യം, പ്രോട്ടീൻ കുറവ് എല്ലുകളും മസിലും ദുർബലമാക്കും. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, രാവിലെ സ്റ്റിഫ്നെസ് അനുഭവപ്പെടുന്നു. നമുക്ക് നടക്കുമ്പോൾ വേദന, പടികൾ കയറാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. മുട്ടിൽ അതിൻ്റെ ജോയിൻറ്റിൽ നടക്കുമ്പോൾ ചെറിയ ശബ്ദങ്ങൾ കേൾക്കാം. സ്വെല്ലിങ്, ചെറിയ നീരുകൾ കാണാം. നീണ്ടു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. അപ്പം ഇത്തരം ലക്ഷണങ്ങൾ നമ്മൾ അവഗണിക്കരുത്. ഇത് എങ്ങനെ നമുക്ക് തടയാം? ഒന്നാമതായി പറയുന്നത് ശരീരഭാരം കുറയ്ക്കുക. വെയിറ്റ് കുറച്ചാൽ നീ പ്രഷർ കുറയും. 2 ദിവസവും ചെറിയ തോതിൽ നടക്കുക. വാക്കിംഗ് ജോയിൻ്റ് ലൂബ്രിക്കേഷൻ വർദ്ധിപ്പിക്കും. മൂന്നാമത് പറയുന്നത് മസിലുകൾ ശക്തമാക്കുക, പ്രത്യേകിച്ച് തായ് മസിൽസ്. സ്ട്രോങ് മസിലുള്ളവർക്ക്
മുട്ടുകളും സ്ട്രോങ് ആയിരിക്കും. റെക്കമെൻഡ് ചെയ്യുന്ന ചില എക്സസൈസുകളാണ്. ഒന്നാമത്തത് സ്ട്രൈറ്റ് ലെഗ് റൈസ്, വാൾ സിറ്റ്, ചെയർ സ്ക്വാറ്റ്, സൈക്ലിങ്, സ്വിമ്മിങ്. നാലാമത്തത് സൂര്യപ്രകാശം, വൈറ്റമിൻ ഡി ലഭിക്കാൻ മോർണിംഗ് സൺലൈറ്റ് വളരെ പ്രധാനമാണ്. അഞ്ചാമത്തെ ശരിയായ ഭക്ഷണം, പ്രോട്ടീന്, കാൽസ്യം, ഒമേഗ 3, വെജിറ്റബിൾസ്, നട്ട്സ് എന്നിവ നിത്യേനയുള്ള ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഇനി ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ചികിത്സാ വിധി എന്ന് പറയുന്ന ഫിസിയോതെറാപ്പി. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സകളിൽ ഒന്നാണ്. ജോയിൻ്റ് മൊബിലിറ്റി മെച്ചപ്പെടും, മസിൽ സ്ട്രെങ്തൻ ചെയ്യും. രണ്ടാമത്തെ പെയിൻ മാനേജ്മെൻറ്റ്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന പെയിൻ റിലീവേഴ്സ് ഉപയോഗിക്കും. ചിലപ്പോൾ പാരസിറ്റമോൾ അല്ലെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് ഉപയോഗിക്കും. മൂന്നാമത്തേത് സിവിയർ കേസസിൽ സ്റ്റെറോയിഡ് ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഹൈലൂറോണിക് ആസിഡ് ഇഞ്ചക്ഷൻ എന്നിവ നൽകാം. നാലാമത്തത് ട്രീറ്റ്മെൻറ്റിൽ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ്സ്. ചില അഡ്വാൻസ്ഡ് ഹോസ്പിറ്റൽസ് PRP തെറാപ്പി പോലുള്ള ചികിത്സകൾ നൽകുന്നുണ്ട്. എന്നാൽ എല്ലാ കേസിലും ഫലം ഉറപ്പല്ലെന്ന് ശാസ്ത്രം പറയുന്നു. കോമണായിട്ട് കാണുന്നതാണ് നീ റീപ്ലേസ്മെൻറ്റ് സർജറി. മുട്ട് പൂർണ്ണമായി തകരുമ്പോൾ നീ റീപ്ലേസ്മെൻറ്റ് സർജറി ജീവിതം തന്നെ മാറ്റാൻ സഹായിക്കും. ഇന്ന് സർജറി കഴിഞ്ഞ് പലരും വീണ്ടും നടക്കുകയും യാത്ര ചെയ്യുകയും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട സത്യം, റെസ്റ്റ് ഈസ് ബെസ്റ്റ് എന്ന് കരുതി പല മുതിർന്നവരും ചലനം നിർത്തുന്നു. പക്ഷേ സയൻസ് പറയുന്നത് ഇതാണ്: മൂവ്മെൻറ്റ് ഈസ് മെഡിസിൻ. ശരീരം ഉപയോഗിച്ചാൽ അത് ശക്തമാകും, ഉപയോഗിക്കാത്തത് ക്ഷയിക്കുകയും ചെയ്യും. പ്രചോദനകരമായ സന്ദേശം. പ്രായം കൂടുന്നത് ജീവിതത്തിൻ്റെ അവസാനമല്ല, അതൊരു പുതിയ അധ്യായമാണ്, ചാപ്റ്ററാണ്. മുട്ടുവേദന ഉണ്ടെന്ന് പറഞ്ഞ് ജീവിതം നിർത്തരുത്. ചെറിയ മാറ്റങ്ങൾ പോലും വലിയ ഫലങ്ങൾ നൽകുന്നതായിരിക്കും. അതുകൊണ്ട് ഇന്ന് മുതൽ ചെറിയ തോതിൽ നടക്കുക, നിങ്ങളുടെ ശരീരഭാരം നിയന്ത്രിക്കുക, ചെറിയ തോതിൽ എക്സസൈസുകൾ തുടങ്ങുക, ശരിയായ ചികിത്സ തേടുക. പ്രതീക്ഷ കൈവിടരുത്. കാരണം ശക്തമായ കാലുകൾ തന്നെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനം. നമ്മൾ നടക്കാൻ കഴിയുമ്പോൾ നമ്മൾ സ്വതന്ത്രരാണ്, നമ്മൾ ശക്തരാണ്, നമ്മൾ ജീവിക്കുന്നവരാണ്. അവസാനമായി ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആരോഗ്യത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയവും പ്രചോദനപരവുമായ കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളോടൊപ്പം തുടരൂ. നന്ദി. ഹാവ് എ നൈസ് ആൻഡ് വണ്ടർഫുൾ ഡേ. ബൈ.